നിന്റെ തോന്നിയസോട് നടക്കില്ല. നാളെ നിന്നെ കെട്ടാൻ പോണത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാ, അത് മറക്കണ്ട. അയ്യോ, ഞങ്ങളത് മറന്നുപോയി ചേച്ചി. എന്ത്? തെക്കേക്കാവിലെ നാഗേക്ഷിയുടെ നടയില് മോളെ കൊണ്ടേ തൊഴിച്ചില്ല. നിങ്ങൾ പിന്നെ എന്തോന്നാ മറക്കാത്തത്? ഇപ്പൊ തന്നെ ഞാൻ എന്താ പറഞ്ഞിട്ട് പോയത്? ഇവളുടെ അടുത്തുനിന്ന് മാറരുതെന്നല്ലേ? കണ്ണു തെറ്റിയ ഫോണിൽ അവളുടെ കൈ. ആ തെരുവ് തണ്ടി എന്ത് കൈവശമാണോ എന്തോ ഇവക്ക് കൊടുത്തിരിക്കുന്നത്. ചേച്ചി ചുമ്മാ മോളെ വിഷമിപ്പിക്കാതെ. അവക്ക് അങ്ങനെയൊന്നുമില്ല അല്ലേ മോളെ? നിങ്ങൾ രണ്ടാൾ ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. നാളെ കല്യാണം കഴിയുന്നതുവരെ. ഞാനും താഴോട്ട് ചെല്ലട്ടെ. അവൻ ചിരഞ്ജീവിയാണെന്നൊക്കെ അല്ലേ മാർക്കറ്റിലുള്ളവർ പറയണത്? ചിരഞ്ജീവി അവന്റെ കാലനായി പൂരാടം തിരുന്നാൾ വലിയ കോയിത്തമ്പുരാൻ. അവൻ ഒറ്റയടിക്ക് 4 പേരെ കൊന്നെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇനി വലിയ കോയിത്തമ്പുരാനോടെങ്ങാനും ഏറ്റുമുട്ടാൻ വരട്ടെ. ഈ സിരകളിൽ കൂടി ഓടുന്ന എന്താണെന്നറിയോ? ഓൾഡ് കാസ്ക് റമ്മ. അല്ലേ? രാജരക്തമാണ്. ISI മുദ്രയുള്ള രാജരക്തം. അവന്റെ തല കൊയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും നാം ചെയ്തു കഴിഞ്ഞു. നീയായിട്ട് ഒരു സന്നാഹം എവിടെ ഉണ്ടാക്കണ്ട. ആരടാ അത്? അയ്യോ, ചേച്ചിയായിരുന്നോ? വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ CI വേലായുധന് ഒരാഴ്ചത്തേക്ക് അവനെ ആകാശം കാണിക്കില്ല. കുട്ടികൃഷ്ണ, രൂപ 30,000 ഞാൻ എണ്ണിക്കൊടുത്തത്. അല്ലേലും ഞാൻ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ചേച്ചി മരത്തെ കയറി മാങ്ങാ പറിക്കും. അതും പോരാഞ്ഞ് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഒരു ലക്ഷാർച്ചനെ ഞാൻ നേർന്നിട്ടുണ്ട്. ഇതാ എനിക്ക് ഇഷ്ടമില്ലാത്തത്. ചേച്ചി ഒരു ഡോക്ടറല്ലേ? ഒരു ഡോക്ടർ ഒരിക്കലും അന്ധവിശ്വാസിയാകരുത്. ചേച്ചിയെ കൊണ്ട് ഈ അർച്ചനയൊക്കെ ചെയ്യിക്കുന്ന അവനായിരിക്കും ആ അമ്പലം നിരങ്ങി. അർച്ചന മാത്രമല്ല ഏട്ടാ, ശത്രു സംഹാരത്തിനുള്ള അടവഴിപാടും വെടിവഴിപാടും ഉണ്ണിയപ്പവും അരവണയും പാൽപ്പായസവും എല്ലാം കഴിപ്പിച്ചു. എന്താ പാൽപ്പായസത്തിൽ നിർത്തിയത്? പൊരിച്ച കോഴിയും ചപ്പാത്തിയും കൂടാവായിരുന്നില്ലേ? ക്ഷേത്രത്തിൽ പൊരിച്ച കോഴിയും ചപ്പാത്തിയോ? ശിവ ശിവ, ഏട്ടന്റെ ഈ നിരീശ്വരവാദം കാരണം കൊട്ടാരത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു വിട്ടതല്ലേ കൊച്ചിരാമ? പിന്നെ നീ ഇതിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി വെച്ച് കതിർ മണ്ഡപത്തിന്റെ അലങ്കാരം വരെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഒരു വിവരം അറിഞ്ഞോ? ആ വിനോദ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുക. നമ്മുടെ മോടെ കഴുത്തിൽ അവൻ താലി ചാർത്തു വന്ന്. ആ തെമ്മാടി ഒരു പാഠം പഠിപ്പിക്കണം. ലക്ഷ്മിപുരം കൊട്ടാരം സൂപ്രണ്ടെന്ന നിലയിൽ അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. താൻ കൈകാര്യം ചെയ്യുന്നൊക്കെ എനിക്കറിയാം. ഈശ്വര, ഈ കല്യാണം ഒന്ന് മംഗളമായിട്ട് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. മണ്ണാറശാലയിൽ ഞാൻ ഒരു ഉരുളി കമഴ്ത്തി വെക്കാമേ. യുക്തിവാദി ഫണ്ടിലേക്ക് ഇരിക്കട്ടെ. നീ ഉരുളി കമഴ്ത്തണ്ട. നമ്മുടെ CI വേലായുധൻ അവനെ ഇപ്പോ നക്ഷത്രം എണ്ണിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണ്ട എനിക്ക് തിരിച്ചടിക്കാൻ. അയ്യോ അയ്യോ, ഓടിവായോ. അയ്യോ അയ്യോ. എന്റെ ചാക്കാൽ ആഘോഷിക്കാൻ കൊട്ടാരത്തിൽ നിന്ന് നിനക്ക് എത്ര നക്കാപ്പിച്ച കിട്ടി? ത് ഞാൻ തരാടാ. സ്വന്തം ഏമാനെ തല്ലിട്ട് നോക്കിക്കുന്നോടാ കഴിവേറുകളെ. അടിച്ചു നിർത്തണവരെ, ഇല്ലെങ്കിൽ എല്ലാത്തിനും തൊപ്പിയെ തെറിപ്പിക്കും. തൽക്കാലം സാറിനെ തല്ലിയത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ ഇതാ ഞാൻ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇടപെടാത്ത. അനക്കല്ല സാർ, കാറ്റ് പോയിന്നാ തോന്നുന്നത്. ഇതാ ഞാൻ ഇടപെടാത്തത്. തൊട്ട കാറ്റ് പോവും. 1.5 മണിക്കൂറാണ് ഞാൻ അവനോട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തത്. അടിച്ച് നേരത്തെ കളഞ്ഞ പോലീസുകാരോടൊക്കെ ഒരു സൈഡിലേക്ക് മാറി വെക്കാൻ പറഞ്ഞു. ഇതുപോലൊരു ഓപ്പറേഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പൊ ഓപ്പറേറ്റ് ചെയ്താണോ അവനെ കൊന്ന്? എന്താന്ന് വെച്ചേ, ഞങ്ങൾ പോലീസുകാരും പട്ടാളക്കാരും ഏറ്റെടുക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ എന്ന് പറയും. കേട്ടിട്ടില്ലേ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ? ഓപ്പറേഷൻ നടത്തിയ സാറായിരുന്നു. എന്റെ ദൈവമേ, തല്ലുകൊറ കൊണ്ടുകാണല്ലോ. എന്റെ ഈ ഉരുക്ക് ബോഡിയിൽ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് ജിം അല്ല, ജിം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സർക്കാർ ബോർഡ് വയ്ക്കുന്ന ചുമ്മാതല്ല, കണ്ടോ? അപ്പൊ കൊക്കോകോള ആരോഗ്യത്തിന് ഹാനികരമല്ലടേ. അപ്പൊ കവർ പാല എന്നൊക്കെ ഹാനിയല്ലേ? ഒന്നോട് കഴിക്കടാ കൊച്ചുനെ, പെട്ടെന്ന് കഴിക്കടാ. കാണിക്കുന്നു സോഡ കഴിക്കടാ.
ആരടാ വേലാൻ സാറേ നിന്റെ പുറയില്? അതെന്റെ നിഴലാടാ. നിഴലും നിലാവും തിരിച്ചറിയാത്ത കഴുത സൂപ്പറുണ്ട്. ഞാൻ ഒന്നുകൂടെ ഓഡിറ്റോറിയം വരെ പോയിട്ട് വരാൻ ചേച്ചി. അല്പം ലേറ്റ് ആവും. ഇവിടെ എല്ലാത്തിനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഒരു മദ്യസേവാ സംഘമുണ്ട്. ഒരു പ്രയോജനവും ഇല്ല. അശ്വതിയെ നോക്കിക്കോണേ. എന്താ കുട്ടി ഇവിടെ ഇരിക്കണേ? ഏട്ടാ, വിനോദം. You are under arrest. Attack. വിനോദായിരിക്കും അത്. വിടരുന്നവനെ. ഇവിടെ എവിടെയാണല്ലോ ശബ്ദം കേട്ടത്? ഞാൻ എന്റെ റിവോൾവർ എടുക്കാൻ മറന്നുപോയി. ഓ എടുത്തിരുന്ന തടുപ്പ് വെച്ചാരെ വെടി. അല്ല, എന്റെ സ്വന്തം രക്ഷയ്ക്ക്. നോക്കിയാ കുടത്തിന് കുളിര് കോരുന്നു. ആരും കാണാതിരിക്കാൻ വേണ്ടി അവൻ കുടത്തിനകത്ത് കയറി മൂവ് ചെയ്യുകയാണ്. You are under arrest. ഓഹോ, ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷൻ എനിമയൊന്നും വേണ്ട, അടിച്ചു പൊട്ടിക്കണം. ഇറങ്ങി വാടാ. അയ്യോ, ഞാൻ ആള് മാറിയാണല്ലോ കൊന്നത്. ആ, ഈ വിനോദനെ കൊല്ലേണ്ടതിന് പകരം വേറെ വിനോദനെ കൊന്നിട്ടാ വന്നത്. കുഴപ്പമോ? അയ്യോ കൊല്ലരുത്, അത് വിനോദല്ല, എന്റെ അനിയനാ കൊച്ചിരാമൻ. Glad to meet you. മാങ്ങാത്തൊലി, താൻ കൊന്ന വിനോദ് ഇപ്പൊ ജീവനോടെ അകത്തോട്ട് പോയിട്ടുണ്ട്. ഈ കൊട്ടാരത്തിന്റെ ഏതെങ്കിലും കോറിഡോറിൽ നീ ഒളിച്ചിരിപ്പുണ്ടോടാ? എനിക്ക് അങ്ങോട്ട് വരണം. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പള്ളിവാൾ അറയിൽ ഇരിപ്പുണ്ട്, അതെടുത്ത് വീശണോ? ഈ വാളല്ലടാ പുളുന്താനെ, പടവാൾ. ഈ വാള് പുറത്തുകൊണ്ട് വീശു. സൂപ്പറുണ്ട്. ആ ഹലോ, യെസ്, ലക്ഷ്മിപുരം പാലസ്. അല്ലല്ല, ഞാൻ വലിയ പൂരാടൻ ചെറിയ കൊയ്ത്തമ്പുരാന്റെ ചെറിയ പൂരാടൻ വലിയ കൊയ്ത്തമ്പുരാന്റെ ഞാനൊരു കൊയ്ത്തമ്പുരാന്റെ ഭാര്യ ശകുന്തള ദേവി. നിങ്ങളാരാ? ഹോസ്പിറ്റലിൽ നിന്നോ? ചേച്ചി രാവിലെ അങ്ങോട്ട് പോന്നല്ലോ. എങ്ങോട്ട്? വിനോദിന്റെ വീട്ടിലേക്ക് പോയിന്നോ? ഈശ്വര, വീണ്ടും വല്ല പോലീസ് കേസും ആയോ? ഇവളെന്താ പോലീസിന്റെയും പട്ടാളത്തിന്റെയും കാര്യമൊക്കെ പറയണേ? നിരീശ്വരവാദം പ്രസംഗിക്കാൻ പോയി ഏട്ടൻ തമ്പുരാന് വളർത്തുന്ന തല്ലി കെട്ടിയോ ഈശ്വര? അതെ, തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രഹാസം മുഴക്കി ചേച്ചി ഇപ്പുതേ വിനോദിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. ഏതായാലും കൊട്ടാരത്തിന് ശാപമോക്ഷം കിട്ടാൻ പോവുക. നമ്മുടെ അശ്വതിമൊക്കെ വിശേഷം ഉണ്ടെന്ന്. എന്ത് വിശേഷം? അവൻ അവളെ ഉപദ്രവിച്ചാണോ അല്ലേ? ആരുപദ്രവിച്ചു? ഇങ്ങനൊരു ചൊറിഞ്ഞ പൂരാടം. മനുഷ്യ, നമ്മുടെ കൊട്ടാരത്തിൽ ഉണ്ണി പറക്കാൻ പോണൂന്ന്. നേരോ? അല്ല, കള്ളം. ആണോ? അവൾ അവന്റെ ഭാര്യയായിട്ട് മാസം ഒന്നേ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാ ആമ്പിള്ളേര്. ഞാൻ ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 12ആയി. നിങ്ങൾ ഇങ്ങനെ വെറ്റിനെ മുക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? എന്റെ ഈശ്വര, എത്ര ഉരുളികളാ ഞാൻ കമഴ്ത്തിയത്. അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം ഉരുണ്ടുരുണ്ട് ഞാൻ ഉരുളി പോലെ ആയി. വെറുതെ ഉരുണ്ടാലും ഉരുളി കമിഴ്ത്തിയാലും ഒന്നും പോരാ. പിന്നെ എന്ത് ചെയ്യണം? കാവടിയും എടുത്ത് എന്റെ മോന്തയിലും ശൂലം കുത്തിക്കറ്റണോ? മോന്തയ്ക്കല്ല ശൂലം കുത്തിക്കറ്റേണ്ടത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ.